എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ ഇന്നും റെഡ് അലേർട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ് കുട്ടികൾക്ക് അവധി കിട്ടണേ. പക്ഷേ ജിസ്സിന് പോകണം കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ തന്നെ എൻ്റെ അടുപ്പ് മൂന്നും പണി തുടങ്ങിയിട്ടുണ്ട്. 2 ഓഫ് ആണല്ലോ എന്ന് ചോദിച്ചാൽ 2 ഇപ്പോൾ ഓഫ് ചെയ്തതേ ഉള്ളൂ. ഒന്നിൽ ചോറാണ്, മറ്റേതിൽ കടലക്കറിയാണ്. അപ്പം ഞാൻ രാവിലെ പാലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ ഷേപ്പ് കണ്ട് യു ആർ സോ സുന്ദരെന്ന് ഞാനങ്ങ് പറഞ്ഞു പോയി. ഇത് കേട്ടപ്പോഴേക്കും എൻ്റെ കെട്ടിയവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു കേട്ടോ. നിങ്ങളെയല്ല മനുഷ്യൻ, ഞാൻ ഈ പാലപ്പത്തിനെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അങ്ങേരെ ഞാൻ ചെറുതായിട്ടൊന്ന് നിരാശപ്പെടുത്തി. സൗകര്യമായിട്ട് കാലം നീട്ടി വെച്ചിരുന്ന ഇതിന് മാത്രം തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ തന്നെ ഞാൻ ജിസിനെ കൊണ്ട് 2 തേങ്ങ പൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2ഉം കൊപ്പറയായിരുന്നു കേട്ടോ. ഞാൻ വിട്ടു കൊടുക്കുമോ? എല്ലാം കണ്ടം മുണ്ടം വെട്ടിമുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് കിറുന്നങ്ങ് അടിച്ചെടുക്കും. പിന്നെ തേങ്ങ ചരണ്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴത്തെ തേങ്ങയുടെ ക്ഷാമവും വിലയും എൻ്റെ അമ്മോ ഒന്നും പറയണ്ട. കടലക്കറി തേങ്ങ വറുത്തരച്ച് വെക്കാമെന്നും കരുതി ഞാൻ തേങ്ങ വറുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ കൂട്ടത്തിൽ ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, മല്ലി, വറ്റൽമുളക്, കുരുമുളക്, കറിവേപ്പില, ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയ കണ്ണി കണ്ട സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ വറുത്തെടുത്തതിന് ശേഷം അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവോള വഴറ്റിയെടുത്തു. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു. സവോള വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുലുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് തിളച്ച് തുടങ്ങിയപ്പം കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വെള്ളം കുറവായിരുന്നുകൊണ്ട് കുക്കറിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ അങ്ങ് തിളപ്പിച്ചു കേട്ടോ. അപ്പം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞപ്പം വാങ്ങി വെച്ചു. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡിയായി. പിന്നെ ഞാൻ തലേദിവസം വൈകിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ഇത് വലിയ കഷ്ണങ്ങളായിരുന്നു കേട്ടോ. ഇതിങ്ങനെ തന്നെ ഓഫീസിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ലഞ്ചിൻ്റെ സമയത്ത് ഇവർക്ക് ഈ ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള നേരം ഉണ്ടാവുള്ളൂ. അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ചിക്കൻ ഉണ്ടല്ലോ കഴുകിവാരി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അതിനെ വേറൊരു പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പയറ് മെഴുക്ക് പുരട്ടിക്കായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ മുഴുവനും ചെറിയ പീസാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 4-5 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 പച്ചമുളക് നടുവ് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം. എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരിത്തിരി ഉപ്പ്, ഒരു 1/2 ടീസ്പൂണിനടുത്ത് മതിയാകും ഉപ്പ്, 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേന് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്ത് ഉപ്പോ മുളകോ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഉപ്പും മുളകും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ല പോലെ അങ്ങ് ഇളക്കി ചിക്കനൊക്കെ ഒന്ന് ചൂടായി വരണം. വേണമെങ്കിൽ തീ ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് മൂടി വെക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇത് ഈ തേങ്ങയുടെയൊക്കെ അംശം കൊണ്ടല്ലോ ചിക്കനിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പിടിച്ചൊക്കെ വരണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതായി കഴിയുമ്പോഴുണ്ടല്ലോ ഈ തേങ്ങയുടെ പീരയ്ക്ക് വരെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ ആദ്യമേ ഈ കടായി ചൂടായി കഴിയുമ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ ചൂടാക്കിയില്ലേ. അപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ വറുത്ത ആ എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറ് വാർക്കാനായിട്ടുണ്ടായിരുന്നേ. ഞാനത് വാർത്തൊക്കെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇതാ ചിക്കൻ ഫ്രൈ, തേങ്ങ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. ഇങ്ങനത്തെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ജിസ് പോയി. ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് വിശന്ന് തളർന്നു കേട്ടോ. അപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങി. കുക്കു നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ട് ഇച്ചിരി ഇരുന്ന് പഠിക്കുകയോ എഴുതുകയോ എന്തൊക്കെയോ ചെയ്യുകയാണേ. അപ്പം ഞാൻ കഴിക്കണ ഈ സമയത്ത് ജയ്കൂട്ടൻ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പം അവനെ പല്ലൊക്കെ തേപ്പിച്ച ഒരു ഗ്ലാസ് പാൽ കൊടുത്തു. അവൻ ടി വിയൊക്കെ കണ്ടുകൊണ്ട് പാൽ കുടിക്കുകയാണ്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം നേരത്തുണ്ടല്ലോ. ഞാൻ ഈ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവർ പറയുകയാണ്
അവർക്ക് ചോറും നെയ്യും ചിക്കനും മതിയെന്ന്. അപ്പോൾ എന്തായാലും അവധിയല്ലേ, അപ്പോൾ അങ്ങനെ കൊടുത്ത് അതായത് കൊണ്ടുണ്ടല്ലോ രണ്ടുപേരുടെയും പാത്രം കാലിയായത് അറിഞ്ഞില്ല, ചട്ടപ്പട്ടാന്നങ്ങ് കഴിച്ചു. ജയ്ക്കൂട്ടനാണെങ്കിൽ ചെറിയ ചുമയും കഫക്കെട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനവനെ അന്ന് ആവി പിടിപ്പിക്കുകയാണ്. അവൻ ആവി പിടിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ചൂടമ്മേ ചൂടമ്മേ എന്നൊക്കെ പറയും. അപ്പം ഞാൻ എന്തായാലും മൂടി വെച്ചിട്ട് അങ്ങനെ അടുപ്പിച്ചൊന്നും പിടിപ്പിക്കുകയില്ല. ഇവനിങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ടൈപ്പല്ല കേട്ടോ. ഇങ്ങനെ മെരുമെരാന്നിരിക്കും, പ്രത്യേകിച്ച് ഈ ചൂടങ്ങ് അടിക്കുമ്പോഴേക്കും. അതുകൊണ്ട് ഒരു ഇത്തിരി അകത്തി പിടിച്ചിട്ട് ഞാനങ്ങ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും പിടിപ്പിക്കാതെ പറ്റില്ല, കഫം ശരിക്കും മാറി കിട്ടണമല്ലോ. അവന് ചുമ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവി പിടിപ്പിക്കുമ്പോഴെന്താ ചെയ്യണമെന്നറിയുമോ, ഈ ആവി ഇതിങ്ങ് മാറ്റി പിടിച്ചിട്ടേ മൂക്കിനകത്തോട്ട് ഒന്ന് വലിക്കാൻ പറയും. അതൊക്കെ വലിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ നെറ്റി, 2 ചെവി, കഴുത്ത്, നെഞ്ച്, പുറം, ഇത്രയും ഭാഗം അങ്ങ് ചൂടാക്കി കൊടുക്കൂ കേട്ടോ. ഇത് എൻ്റെ ചില നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അവരുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ മുതിർന്നവരും ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പം കഫം മാറിക്കിട്ടാൻ ഇത് ഒത്തിരി നല്ലതാണ്. നമ്മൾ സാധാരണ ആവി പിടിക്കുമ്പം മൂടി വെച്ചിട്ട് മൂക്കിനകത്തോട്ട് തന്നെയായിട്ട് വലിച്ച് കയറ്റുമല്ലേ ചെയ്യുന്നത്. അതുകൂടാതെ ഈ നമ്മുടെ കഫം കെട്ടിക്കിടക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും. അപ്പം ഈ എല്ലാ സൈഡിലും ചൂട് പിടിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ കഫം മാറി കിട്ടാൻ നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗാർഗിൾ ചെയ്യുക, നല്ലപോലെ ചൂടൊക്കെ പിടിക്കുക. പിന്നെ ഇവർ കളിയോട് കളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിക്കാനായിട്ടൊക്കെ വിളിച്ചിരുത്തിയിട്ടുണ്ട്. ജയ്ക്കുട്ടനാണെങ്കിൽ പഠിക്കാൻ വേണ്ടി വിളിച്ചിരുത്തുമ്പോഴേക്കും ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ എന്നാലും എങ്ങനെയെങ്കിലും ഇച്ചിരി നേരമൊക്കെ ഒരു 10-15 മിനിറ്റ് നേരത്തേനൊക്കെ എങ്ങനെയെങ്കിലും പഠിക്കാനായിട്ട് ഇരുത്തും. പിന്നെ കളിയോട് കളി. കുക്കു ആണെങ്കിൽ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കി അവൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. പിന്നെ ജയ്ക്കൂട്ടൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, ഉള്ള കളിപ്പാട്ടങ്ങൾ മുഴുവൻ നിരന്ന് കിടക്കും. എത്ര അടുക്കി വെച്ച് കഴിഞ്ഞാലും പിന്നെയും നിരത്തിയിടും. നമ്മൾ ചിലപ്പോൾ ഒരു റൂമിൽ ചെന്നിട്ട് ചിലപ്പോൾ കളിപ്പാട്ടത്തിൻ്റെ മേലെ ചവിട്ടി വണ്ടിയിൽ കയറിയായിരിക്കും ചിലപ്പോൾ അടുത്ത റൂമിലേക്ക് പോണേ. ഇന്ന് റെഡ് അലേർട്ടാണെന്ന് പറഞ്ഞാലും ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തൊട്ടേ മഴ തൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുടയെടുക്കാതെ ഇറങ്ങാനും പറ്റത്തുമില്ല. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിൻ്റെ വിഷമത്തിലാണോ എന്നറിയത്തില്ല, ഞങ്ങളുടെ ഒരു വലിയ വാഴ മറിഞ്ഞുപോയി. അതിൻ്റെ വിഷമത്തിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ചെരിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി അറിഞ്ഞ വിഷമത്തിലാണോ ആവോ എന്തോ ഒരു ഉണങ്ങിയ തെങ്ങിൻ്റെ മടല വേറൊരു മരത്തിൽ തൂങ്ങിക്കിടപ്പുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണോ ആവോ. ഒരു പണിയില്ലാതെ ചുമ്മാതിരുന്ന പിള്ളേരോട് ഞാനൊന്ന് തുണി മടക്കാൻ പറഞ്ഞതാണ്. തുണി അലക്കുവാണോ മടക്കുവാണോ ഒന്നും അറിയത്തില്ല. അവസാനം തുണി ബാക്കി കണ്ടാൽ മതിയായിരുന്നു. ജയ്ക്കൂട്ടൻ്റെ ജലദോഷവും കഫക്കെട്ടും ഒക്കെ പ്രമാണിച്ച് ഞാൻ ഇന്ന് വൈകിട്ടത്തെ ചായ വെക്കാൻ നേരത്തെ ഇഞ്ചിയും തുളസിയിലൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഇത് ഇഞ്ചിയും തുളസിയിലൊക്കെ കുറച്ച് കൂടുതലായിട്ടിട്ട് പാൽ ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കഫക്കെട്ടിന് ഒക്കെ നല്ലതാണല്ലോ. ഇങ്ങനെ തുളസിയിലേക്ക് ഇട്ടിട്ട് ചായ വെക്കാത്തവർ ഒത്തിരി പേരുണ്ടാവും നമ്മുടെ നാട്ടിൽ. അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കും ജയ്ക്കൂട്ടനൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. കുക്കുവിനെ അടുത്ത് തന്നെയുള്ള തറവാട്ടിലാക്കി. അപ്പം ഞാനും ജയ്ക്കൂട്ടനും കൂടെ പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് കൂട്ടുകാരിയും ബന്ധുക്കാരിയും ആയിട്ടുള്ള പിങ്കിയുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് കേട്ടപാടെ ജയ്ക്കൂട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. വാവ്, നമ്മൾ പിങ്കി ആൻറ്റിയുടെ കൂട്ടത്തിലാണോ പോകുന്നത്, നമുക്ക് റെഡ് കളർ കാറിന് പോകാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. കാരണം കാറിൻ്റെ കളറ് ചുമപ്പാണ്, ഞങ്ങളുടെ കാറിൻ്റെ കളറ് വെള്ളയാണ്. അപ്പം നമ്മളെപ്പോഴും പോകുമ്പം വെള്ള കളറുള്ള കാറിനല്ലേ കയറുന്നത്. അപ്പോൾ ചുമപ്പ് കളറുള്ള കാറിന് കയറാനുള്ള അവൻ്റെ ഒരു സന്തോഷം. അപ്പം ഞങ്ങൾ ഈ പോണ വഴിക്ക് ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പം ഈ മഴ തൂളിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.